കലയുടെ വിവിധ മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിച്ച് ആ മേഖലകളിലെല്ലാം വിജയം വരിച്ച ബഹുമുഖ പ്രതിഭാശാലികൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. അവരുടെ ഗണനാ പ്രസംഗത്തിൽ ഒന്നാമതായി വരുന്ന ഒരു പേരുണ്ട്, ശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായർ. കവി, തിരക്കഥാകൃത്ത്, നടൻ, സംവിധായകൻ എന്നീ നിലകളിലെല്ലാം മലയാള സിനിമാ രംഗത്ത് ശോഭ വിതറിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. സ്ത്രീ എന്ന സ്വന്തം നാടകത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരത്തിലൂടെ കഥാനായകനും തിരക്കഥാകൃത്തും ഗാനരചയിതാവുമായി അദ്ദേഹം രംഗത്ത് വന്നത് നല്ല തങ്കയുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. വെള്ളി നക്ഷത്രത്തിന് ശേഷമാണ് തിക്കുറിശ്ശി സുകുമാരൻ നായർ അഭിനയിച്ച സ്ത്രീ കോമള ഫിലിംസ്. വേലപ്പൻ നായരാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഇദ്ദേഹം വെറും ഡയലോഗിൽ ഗംഭീരമായിട്ട് സംസാരിക്കുന്നതാണ്, പാട്ട് പാടുന്ന ആളല്ലല്ലോ. എന്നിട്ട് നിർബന്ധമായിട്ട് അങ്ങനെ കൊണ്ട് പാട്ട് എഴുതിപ്പിച്ച് സുകുമാരചേട്ടനെ കൊണ്ടൊരു പാട്ടും പാടിപ്പിച്ചു. ഞാൻ അതിൽ ഒരു സൈഡ് ഹീറോ എന്ന് പറഞ്ഞാൽ ഒരു വില്ലനെ പോലെ ഒരു നല്ല ക്യാരക്ടർ. അദ്ദേഹം വക്കമണി സാറായിരുന്നു. അദ്ദേഹം ഒരു നല്ല സംഗീത വിദ്വാൻ, വെറും നാടക നടനല്ല. തിക്കുറിശ്ശി രചിച്ച 14 ഗാനങ്ങളോടൊപ്പം ഇരയിമ്മൻ തമ്പിയുടെ പ്രസിദ്ധമായ ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടും ഈ ചിത്രത്തിലുണ്ടായിരുന്നു. രാഗസാഗര എന്ന ഗാനം ചിത്രത്തിലെ ഉപനായകനായ വൈക്കം MP മണി ആലപിച്ചു. ചില കവിതാശകലങ്ങൾ തിക്കുറിശ്ശി സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിച്ചു. ഞാൻ സുകുമാരൻ നായരോട് പറഞ്ഞു, അണ്ണാ ഇത് ക്ഷണപങ്കുര ഇതെല്ലാം ആൾക്കാർ പാടണ്ടേ, കുറച്ച് കടുകട്ടിയായിട്ടുണ്ടല്ലോ. ഇല്ല, ഞാൻ അതിൻ്റെ സാഹിത്യത്തെ പറ്റി സുകുമാരൻ നായരുടെ പാട്ടെന്ന് പറഞ്ഞ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ് സന്തോഷം. എന്നാലും ഒരു പച്ച മലയാളത്തിൽ പാട്ട് വേണമെന്ന്. അത് പിന്നെ അത് പാടാൻ ഞാൻ തന്നെ പാടാം എന്നും പറഞ്ഞു. കവിയായി കഴിയുവാൻ മേല വയറെരിയുന്ന വേണ്ടാത്ത വേല എന്നൊരു പാട്ട് എഴുതി. ആ പാടത്തിൽ ആ പാട്ടാണ് ഹിറ്റെന്ന് സുകുമാരനായിരുന്നു എന്ന് പറഞ്ഞു. അനിയായി എനിക്ക് മനസ്സിലായിപ്പോയി, പച്ച മലയാളത്തിൽ ഈ തിയേറ്ററിലെ ആൾക്കാരൊക്കെ ആ പാട്ട് പാടുന്നുണ്ടപ്പാ എന്നൊക്കെ പറഞ്ഞു. പ്രശസ്ത സാഹിത്യകാരനായ NP ചെല്ലപ്പൻ നായരുടെ ശശിധരൻ BA എന്ന നാടകം കൈലാസ് പിക്ചേഴ്സിന് വേണ്ടി KK നാരായൺ ചലച്ചിത്രമാക്കി. T ജാനകിറാം സംവിധാനം ചെയ്ത ശശിധരനിൽ തുമ്പമൺ പത്മനാഭൻകുട്ടി എഴുതി P കലിംഗറാവു സംവിധാനം ചെയ്ത 14 പാട്ടുകൾ ഉണ്ടായിരുന്നു. ദക്ഷിണാമൂർത്തിയെയും ചിദംബരനാഥിനെയും പോലെ മൗലിക പ്രതിഭയുള്ള സംഗീത സംവിധായകർ രംഗത്ത് വന്നു കഴിഞ്ഞിരുന്നെങ്കിലും ഹിന്ദി പാട്ടുകളുടെ ഈണങ്ങൾ കടമെടുക്കുന്ന രീതി ഇക്കാലത്തും തുടർന്നുകൊണ്ടേയിരുന്നു. ശശിധരനിലെ എല്ലാ പാട്ടുകളും ഹിന്ദി ഈണങ്ങളുടെ അനുകരണങ്ങളായിരുന്നു. ഞാൻ ആദ്യമായി പാടിയത് ശശിധരൻ എന്ന സിനിമയിലാണ്. അത് MP മണി സാറുമായി ഡ്യൂയറ്റായിട്ടാണ് പാടിയത്. നീ എൻ ചന്ദ്രനെ ഞാൻ നിൻ ചന്ദ്രിക എന്നാണ് പാട്ടിൻ്റെ ആദ്യ വരികൾ. അത് അന്ന് ഹിറ്റായിരുന്നു. തന്തിയെന്നതം ദേവിനി ഓ പ്രതിമന്മഥമേലും പ്രേമാനന്ദമേ പ്രേമാനന്ദമേ. പ്രേമമുലാവും മാനസമിതു വികസിതമായി കണ്ടേൻ, ആ വികസിതമായി കണ്ടേൻ. പ്രേമമുലാവും മാനസമിതു വികസിതമായി കണ്ടേൻ, ആ വികസിതമായി കണ്ടേൻ. ഞാൻ വീണാ തന്തിയെന്നതം ദേവിനി, നീ എൻ ചന്ദ്രനെ ഞാൻ നിൻ ചന്ദ്രിക. ഓ പ്രതിമന്മഥമേലും പ്രേമാ
അനുരാഗം നമുക്കാത്മശാന്തി ഏകിടുമെതു നാളും ഏകിടുമെതു നാളും. ഈ അനുരാഗം നമുക്കാത്മശാന്തി ഏകിടുമെതു നാളും ഏകിടുമെതു നാളും. ഇരുക്കിളിനാദം ചേർന്നതുപോലെ ഒന്നായി സുഖം നേടാം. ഇരുക്കിളിനാദം ചേർന്നതുപോലെ ഒന്നായി സുഖം നേടാം. ഞാൻ വീണാ തന്തിയൻ നാദം ദേവി നീ. നീ എൻ ചന്ദ്രനേ ഞാൻ നിൻ ചന്ദ്രിക. പ്രതിമന്മഥനേലും പ്രേമാനന്ദമേ പ്രേമാനന്ദമേ. പ്രതിമന്മഥനേലും പ്രേമാനന്ദമേ പ്രേമാനന്ദമേ.